UDF തൂത്തുവാരിയ ഇലക്ഷനാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് പ്രചാരണം നടക്കുന്നതിനിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന കാലം വിദൂരമല്ല എന്നുള്ളതാണ്. അതിനുടനെ കമൻട്രി വന്നു ദീപ്തി മേരി വർഗീസിൻ്റെ അടുത്തുനിന്ന്. അവർ പറഞ്ഞത് സംസ്ഥാനത്തെ നേതാക്കൾ കൂടി ഇത് കേൾക്കണട്ടോ എന്നാണ്. ഇത് പരിഹരിക്കാൻ അവർക്കേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രതിസന്ധി സ്വാഭാവികമായും കോൺഗ്രസിനുള്ളിലുണ്ട്. ആര് മുഖ്യമന്ത്രിയാകും? ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു സാധ്യത? ഒരു കാരണവശാലും കേരളത്തിൽ സാധ്യമല്ല. പിന്നെ കേരളത്തിൽ എന്തിനാണ് ഇത് UDF പറയുന്നത്? അധികാരത്തിലെത്തിയിട്ടുണ്ട്, നല്ല ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് UDFന്റെ കഴിവ് മാത്രമായിരുന്നില്ല, LDFിനോടുള്ള ശക്തമായ എതിർപ്പ്. ആ എതിർപ്പാണ് UDFന് അനുകൂലമായിട്ട് വന്നത്. ഈ എതിർപ്പിനകത്ത് രാഹുൽ ഗാന്ധി ഇടയ്ക്ക് കോട്ടയത്ത് വന്ന് സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് തൻ്റെ സഹോദരി ഓടിക്കണം. ആ സഹോദരി ഓടിക്കുന്ന സമയത്ത് അവർ കേരളത്തിലേക്ക് എത്തിക്കണം. അവരെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്നവർ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ആരെയും മുഖ്യമന്ത്രിയാക്കുക? ഒരു അറിയപ്പെടുന്നൊരു വനിതാ നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടോ? ഇല്ല. അഥവാ വനിതാ നേതാക്കന്മാർ എങ്കിലും അറിയപ്പെടാൻ വേണ്ടി ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനുണ്ട്, അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയുണ്ട്. ഈ തരത്തിൽപ്പെട്ട ആരെയും വളർത്തിക്കൊണ്ടിരുന്ന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സാധ്യത നിലവിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ പുരുഷന്മാരായിരിക്കുന്ന ആളുകളുടെ ആധിപത്യം തന്നെയാണ് വീണ്ടും വരാൻ സാധ്യത. ഇപ്പം രാഹുൽ ഗാന്ധി ചുമ്മാ ഒരു പൊട്ടക്കണ്ണൻ്റെ മാവിലേറ് നടത്തി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിനകത്ത് വസ്തുനിഷ്ഠമായിട്ട് വിഷയങ്ങളെ പഠിച്ച് ഇന്ന കാരണം കൊണ്ട് കേരളത്തിൻ്റെ ഈ ഇത്ര വോട്ടേഴ്സിൻ്റെ എണ്ണം, കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം കൂടുതൽ സ്ത്രീകളാണ്. 1,84,00,000 വനിതകളുടെ എണ്ണം, 1,72,00,000 ഉള്ളൂ പുരുഷന്മാരുടെ എണ്ണം. പുരുഷന്മാരെക്കാൾ 12 ലക്ഷത്തോളം കൂടുതൽ സ്ത്രീകളാണ്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും ഭാരതത്തെ സംബന്ധിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും വനിതകൾ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ജയലളിത തമിഴ്നാട്ടിലായിട്ടുണ്ട്, അല്ലെങ്കിൽ മായാവതി ഉത്തർപ്രദേശിലായിട്ടുണ്ട്, റാബ്രി ദേവി ബീഹാറിലായിട്ടുണ്ട്, പിന്നെ ഗുജറാത്തിൽ വന്നിട്ടുണ്ട്, ഉമാഭാരതി മധ്യപ്രദേശിൽ വന്നിട്ടുണ്ട്, രാജസ്ഥാനിൽ വസുന്ധര സിന്ധ്യ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ വനിത മുഖ്യമന്ത്രിയായിട്ടില്ല. വനിതകളുടെ വോട്ട് തന്നെയാണ് ഇവിടെ കൂടുതലുള്ളത്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വനിതകളെ കൃത്യമായിട്ട് പരിരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കുന്ന ഒരു സമീപനം മലയാളിയെ സംബന്ധിച്ചില്ല, കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചില്ല. അങ്ങനെ കേരളത്തിൽ ഒരു നീക്കം നേരത്തെ നടത്തിയത് സുശീല ഗോപാലിനെയും അതുപോലെ തന്നെ KR ഗൗരിയമ്മയും വെച്ചുകൊണ്ട് CPM ഒരു ഇലക്ഷന് വലിയ തന്ത്രം നടത്തിയിരുന്നു. എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് 1996 സമയത്തൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് സുശീല ഗോപാലനാണ്, KR ഗൗരിയമ്മയാണ്. ഗൗരിയമ്മ അതിനു മുമ്പായിട്ടാണ് അവർ മുഖ്യമന്ത്രിയാക്കാൻ നോക്കിയിരുന്നു. എന്നിട്ട് എന്തെങ്കിലും കേരള നാട് KR ഗൗരി ഭരിച്ചിരുന്നു പറഞ്ഞിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ചു. ഇലക്ഷനൊക്കെ കഴിഞ്ഞു, അവർ ജയിച്ചു. ആ ജയിക്കുന്ന സമയത്ത് അവരെ ആക്കൂല. സമാനമായിട്ട് രീതിയിൽ തന്നെ സുശീല ഗോപാലിൻ്റെ സംഭവം. ആ സമയത്ത് കേരളത്തിൻ്റെ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി EK നയനാർ ആ സമയത്ത് പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല, ഇലക്ഷൻ മുമ്പായിട്ടാണ് മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ്. ഇലക്ഷൻ വന്ന സമയത്ത് LDFന് ഭൂരിപക്ഷം കിട്ടി. ആ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് EK നായനാർ പറഞ്ഞ് ഇനി ഞാൻ മുഖ്യമന്ത്രി ആയിക്കോളാം. ഭൂരിപക്ഷം കിട്ടിയ സമയത്താണ് പുള്ളി തയ്യാറായത്. വളരെ മാന്യനായിട്ടുള്ള ആളാണ് പുള്ളി, വളരെ നിസ്സംഗനാണ്. എന്താ പറയുക, എല്ലാത്തിനും ഉപരിയായിട്ട് ചിന്തിക്കുന്ന വലിയ തമാശക്കാരനാണ്. ഈ തമാശക്കാരനായിരിക്കുന്ന EK നായനാർ പറഞ്ഞത് തനിക്ക് താല്പര്യമുള്ള തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച ഒരാളെ രാജിവെപ്പിച്ചിട്ട് പകരമായിട്ട് അവിടെ നിന്ന് മത്സരിച്ചുകൊണ്ട് ജയിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുള്ള ആളുടെ പേരാണ് EK നായനാർ. എന്നിട്ട് ഒരു വനിതയെ കേരളത്തിന് മുഖ്യമന്ത്രിയാക്കിയില്ല, സുശീല ഗോപാലിനാക്കിയില്ല, KR ഗൗരിയമ്മയാക്കിയില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സമാനം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഞാൻ വേറൊന്നും കൂടി പറയട്ടെ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ട് കേട്ടോ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി. ഈ അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതയാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ആരെങ്കിലും ഏതെങ്കിലും പ്രസ്ഥാനം തയ്യാറുണ്ടോ? അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആകെ ഒരേ ഒരു വനിത മാത്രമാണ് കേരളത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വന്നത്. അത് 1971-72 സമയത്ത് M ദേവികയമ്മ. അവർ ഇടപ്പാളുകാരിയായിട്ടുള്ള M ദേവികയമ്മയാണ് അന്നത്തെ അഖില ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷയായത്. അതിനുശേഷം ആരും വന്നിട്ടില്ല. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു നമ്മളുടെ മനസ്സിൽ കണ്ട ഒരു കാര്യം ചോദിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു തമ്മിലടി ഉണ്ടല്ലോ.
KC രമേശ് ചെന്നിത്തല, പ്രസിദ്ധമാണ് അതെ VD അതെ സതീശൻ. ഉം. അപ്പോൾ സ്വാഭാവികമായ ഒരു മറുവഴി അല്ലെങ്കിൽ ഒരു പോം വഴി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചൂടെ? ഒന്നാമത് കേരള ജനത എന്ന് പറയുന്നത് പ്രബുദ്ധരാണല്ലോ. ഈ പ്രബുദ്ധതയൊക്കെ ഇവിടെ കൽപ്പിക്കാവുന്നതും ഒക്കെ അല്ലേ ഇത്തരത്തിലുള്ള സാധ്യതകളിലൂടെ? അല്ല, കേരള ജനത പ്രബുദ്ധരാണെന്ന് ആരാ പറയുന്നത്? ഇവരല്ലേ പറയുന്നത്. എനിക്ക് വാസ്തവത്തിൽ എൻ്റെ വ്യക്തിപരമായുള്ള അഭിപ്രായത്തിൽ കേരള ജനതയ്ക്ക് ഒരു പ്രബുദ്ധതയില്ല. കൃത്യമായിട്ട് ജാതി നോക്കി, മതം നോക്കി, വർണ്ണം നോക്കി മാത്രം വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ ഭൂരിപക്ഷം വോട്ടർമാരും. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള എല്ലാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് മാത്രമൊന്നുമല്ല, സകല തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കാണുന്ന ഈ സംവിധാനമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു സമയത്ത് കേരളത്തിൽ പ്രബുദ്ധരാന്ന് പറയാൻ കാരണം കേരളത്തിൽ വനിതകൾ മുഖ്യമന്ത്രിയാക്കൂല, കേരളത്തിൽ പട്ടികജാതിക്കാരന് മുഖ്യമന്ത്രിയാക്കില്ല. അങ്ങനെയുള്ളതിന് പേരല്ല കേരളം പ്രബുദ്ധ എന്ന് പറയുന്നത്. ഇത് പറയുന്നത് കേരളത്തിൽ ഒരു പറ്റം വരുന്ന മറ്റേ വരേണ്യവർഗത്തോട് താല്പര്യമുള്ള എല്ലാ വ്യത്യസ്തമായുള്ള മതവിഭാഗങ്ങൾ, അത് ക്രിസ്ത്യാനി അതിനകത്തുണ്ട്, അതിന് മുസ്ലിം അതിനകത്തുണ്ട്, ഹിന്ദുക്കൾ അതിനകത്തുണ്ട്. ഈ പറയുന്ന വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകളാണ് തീരുമാനിക്കുന്നത് ഇവിടെ പട്ടികജാതിക്കാരൻ കേരളത്തിന് മുഖ്യമന്ത്രിയാകണ്ട, ഇവിടെ വനിതകൾ കേരളത്തിന് മുഖ്യമന്ത്രിയാകണ്ട, ഇവിടുത്തെ പുരുഷ മേധാവിത്വം നിശ്ചയിക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനകത്ത് തർക്കമുണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളത്. ഈ ആരാകണം എന്നുള്ള തർക്കം തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. കോൺഗ്രസിന് അധികാരം കിട്ടുമെന്ന് സംശയം വന്ന ആ സമയം തുടങ്ങിയിട്ട് ഇത്തരം തർക്കങ്ങളുണ്ട്. ഈ തർക്കങ്ങളുള്ള സമയത്ത് പോലും ഒരു വനിതയെ രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചിട്ടില്ല. ഈ വനിത വേണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ മതമേലധ്യക്ഷന്മാരാണ് തീരുമാനിക്കുക. കേരളത്തിലെ ഏതെങ്കിലും മതത്തിന് നേതാക്കന്മാരാണ് തീരുമാനിക്കുക. ചില ഇമാംമാർ തീരുമാനിക്കേണ്ടി വരും, സമസ്ത തീരുമാനിക്കേണ്ടി വരും, മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കേണ്ടി വരും, തന്ത്രിമാർ തീരുമാനിക്കേണ്ടി വരും. ഈ തരത്തിൽപ്പെട്ട ചില ഹെജിമണിക്കാർ തീരുമാനിച്ചാൽ മാത്രമാണ് കേരളത്തിൽ ഒരു വനിതയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി സാധ്യമാവുള്ളൂ. നിർഭാഗ്യവശാൽ കേരളത്തെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ഒരു സാധ്യതയില്ല. കാരണം ഒരു വനിതാ നേതാവും കേരളത്തിൽ, കോൺഗ്രസ്സിൽ വനിതാ നേതാവിൻ്റെ പേര് പറയൂ, ഒരു വനിതാ നേതാവ് കോൺഗ്രസ്സിലുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? ആകെ ഉണ്ടായത് ശൈലജ ടീച്ചറാ CPM ഉണ്ടായിരുന്നത്. അവരുടെ അവസ്ഥ ഇപ്പം എന്താ? അവരുടെ പേരാവൂർ കൊണ്ട് ഇട്ട് മത്സരിപ്പിച്ച് 8 നില പൊട്ടിച്ചവരെ. അവർ സ്വന്തം സീറ്റായിരുന്ന അപ്പുറത്തുണ്ടായിരുന്ന മട്ടന്നൂരായിരുന്നു. ആ മട്ടന്നൂര് പാർട്ടിക്ക് താല്പര്യമുള്ള ഒരാളെ കൊണ്ട് നിർത്തി. അങ്ങനെ പാർട്ടിക്ക് താല്പര്യമുള്ള ഒരാളെ കൊണ്ട് നിർത്തി ശൈലജ ടീച്ചറിനെ പേരാവൂർ കൊണ്ട് നിർത്തി മത്സരിപ്പിച്ച് തോൽപ്പിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. സമാനം തന്നെയാണ് കോൺഗ്രസിന്. ഈ പ്രിയങ്കയുമായിട്ടുള്ള വിഷയം പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കാരണം സഹോദരനും സഹോദരിയുമാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രിയങ്കയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് നല്ല താല്പര്യമുണ്ട്, അതിന് വളരെ സാധ്യതയുണ്ട്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ ബുദ്ധിശക്തി ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അവർ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഏതാണെങ്കിലും അവർ ഇന്നിപ്പോൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് ഈ 2 മക്കളും കൂടിയിട്ട് പാർലമെന്റിൽ ഇരിക്കുന്നവർക്ക് ഒരിക്കലും നല്ലതല്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന പ്രിയങ്കയെ അവിടെ നിന്ന് കെട്ടിച്ച് കേരളത്തിലേക്ക് കടത്താനുള്ള പരിശ്രമം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് യാതൊരു ഭരണപരിചയവും ഇല്ല. രാഹുൽ ഗാന്ധിയെ പോലെ തന്നെയാണ്, സോണിയാഗാന്ധിയെ പോലെ തന്നെയാണ്. പ്രവർത്തന പരിചയം അവരെ സംബന്ധിച്ചില്ല, ഭരണപരിചയം അവരെ സംബന്ധിച്ചില്ല. അങ്ങനെ ഭരണപരിചയം കിട്ടാൻ ഏറ്റവും യുക്തമായ, ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞത് കേരളം പോലൊരു സംസ്ഥാനമാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് വെച്ചുകൊണ്ട്, ചെറിയ സംസ്ഥാനമാണ്, ഈ ചെറിയ സംസ്ഥാനം വെച്ചുകൊണ്ട് അവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വൃഥാശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. പക്ഷേ ഏതാണെങ്കിലും എനിക്ക് ഒന്ന് പറയാൻ സാധിക്കും, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റേ KC വേണുഗോപാലായിക്കൊള്ളട്ടെ, പ്രതിപക്ഷ നേതാവായിക്കൊള്ളട്ടെ, കേരളത്തിലെ KPCC പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ, മുൻ പ്രതിപക്ഷ നേതാവായിക്കൊള്ളട്ടെ, ഇവരുടെ ഭാഗത്തുനിന്നും അവരാരും അതിനകത്ത് ചെവി കൊടുത്തില്ല എന്നുള്ളതാണ് വസ്തുത. അവരാരും മൈൻഡ് ചെയ്തില്ല. കാരണം രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ കോട്ടയത്തൊക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്. ഈ പറഞ്ഞതിന് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിന് മുഖവിലേക്ക് എടുത്തില്ല. അവർ മൈൻഡ് ചെയ്തില്ല ഈ സാധനം. കാരണം ഇയാളെന്തൊരു വിടുവായത്വം പറഞ്ഞു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു പ്രാധാന്യം അതില്ല. ഏതാണെങ്കിലും കേരളത്തിലെ വനിതകളെ സംബന്ധിച്ച്, കേരളത്തിലെ പട്ടികജാതിക്കാരെ സംബന്ധിച്ച് ഈ 2 വിഭാഗത്തിനും അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ കിട്ടുന്ന കാര്യത്തിൽ വരുന്ന മന്ത്രിസഭ അവർ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ജാതിയല്ല തീരുമാനിക്കേണ്ടത്, അത് മതമല്ല തീരുമാനിക്കേണ്ടത്, അത് വർണ്ണമായിരിക്കരുത് തീരുമാനിക്കേണ്ടത്. മറിച്ച് ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഇവിടെ മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ഇവർ മുസ്ലിമിന് മുഖ്യമന്ത്രിയാക്കില്ലേ? ഏറ്റവും കൂടുതൽ വോട്ടർമാർ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിൽ അവരെ മുഖ്യമന്ത്രിയാക്കുമല്ലോ.
എന്തുകൊണ്ടാണ് വനിതകൾക്ക് ഏറ്റവും കൂടുതൽ വോട്ടർമാരുണ്ടായിട്ട് എന്തുകൊണ്ടാണ് വനിതമാരെ മുഖ്യമന്ത്രിയാക്കാത്തത് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ശരിക്കത്. അത് ഞാൻ കോൺഗ്രസിനെ കുറിച്ച് മാത്രമല്ല പറയാം. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങളുടെ മുഖ്യമന്ത്രി ഇന്ന വനിതയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറിപ്പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് സാധ്യതകൾ കേരളത്തിലുണ്ട്. കാരണം വനിതകൾക്ക് വലിയ സ്ഥാനം കൊടുക്കേണ്ടത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് വികസനത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. കാരണം ഇത്രയും കാലം ഇവിടെ പുരുഷന്മാർ ഭരിച്ചല്ലോ, ഏകദേശം 10-70 വർഷത്തോളം ഭരിച്ചു. ഒരു വികസനം പറയുന്ന രീതിയിൽ കേരളത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ, ഉണ്ടായിരുന്ന വികസനം പോലും താഴേക്കാണ് പോയിട്ടുള്ളെങ്കിൽ, സർ സി പി രാമസ്വാമിയേര് തുടങ്ങിയിട്ടുള്ള ആളുകൾ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ പോലും ഇല്ലാണ്ടാക്കിയതാണ് പിൽക്കാലത്തെ ജനാധിപത്യ സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവർ വികസനം താഴേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷേ വികസനം കൊണ്ടുവരാൻ സാധിക്കുന്നത് ആത്മാർത്ഥതയുള്ള സത്യസന്ധതയുള്ള ഒരുപക്ഷേ പുതിയ വനിതാ നേതൃത്വത്തിന് സാധിക്കുന്നതാണ് എൻ്റെ വിശ്വാസമാണ്. കാരണം ഒന്നുമില്ലെങ്കിൽ ഏത് സാധനം പഴകുമ്പോഴാണ് മോശമാവുക. കുറേ കാലം വനിതകളുടെ കുറച്ചു കാലമെങ്കിലും വനിതകൾ കേരളത്തിന് മുഖ്യമന്ത്രിയായാൽ അഴിമതി തൊട്ട് തീണ്ടാത്ത നിരവധി ആളുകൾ അവരിലുണ്ട്. പല കോർപ്പറേഷനുകളും പല പഞ്ചായത്തുകളും പല മുനിസിപ്പാലിറ്റികളൊക്കെ രക്ഷപ്പെടുന്നതെന്ന് വനിതകളുള്ളതിൻ്റെ പേരിലാണ്, ഈ വനിതാ പ്രാതിനിധ്യമുള്ളതിൻ്റെ പേരിലാണ്. അതൊരു കേവലം സംവരണത്തിൻ്റെ പേരിലാകരുത്. ഒരു സംവരണത്തെക്കാൾ ഉപരിയായിക്കൊണ്ട് അർഹതപ്പെട്ട സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ പോലും അതിന് കാതലായിരിക്കുന്ന മാറ്റം വരുത്തണമെന്നാണ് എന്നെപ്പോലുള്ള ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതാണ്.